ഭക്തിയുടെ നിറവിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ ഭക്തലക്ഷങ്ങളാണ് അനന്തപുരിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. രാവിലെ 9:45 പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ അടുപ്പുകളിൽ ഭക്തർ തീ പകർന്നു. ഉച്ചതിരിഞ്ഞ് 2:15 നിവേദ്യ സമർപ്പണം നടത്തും. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 വരെ ക്ഷേത്ര ദർശനം ഉണ്ടാകില്ല. രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽകുത്ത് ചടങ്ങ് നടക്കും. തുടർന്ന് രാത്രി 10:45 മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തും പുറപ്പെടും. നാളെ രാത്രി 9:45 കാപ്പടിച്ച് ദേവിയെ കൂടിയിറക്കും. രാത്രി 12:45 നടത്തുന്ന കുരുതി ദർപ്പണത്തോടെയാണ് ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകുക. പൊങ്കാല കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി അധിക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. KSRTCയും പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും നഗരത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നഗരസഭാ പരിധിയിലുള്ള ബാങ്കുകൾ ഇന്ന് പ്രവർത്തിക്കില്ലെന്ന് ബാങ്കേഴ്സ് സമിതിയും ജില്ലാ കളക്ടറും അറിയിച്ചു. നഗരസഭാ മേഖലയ്ക്ക് പുറത്തുള്ള ബാങ്ക് ശാഖകൾക്ക് അവധി ബാധകമായിരിക്കില്ല. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നഗരപരിധിയിൽ കണ്ടെയ്നർ വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവ പ്രവേശിക്കാൻ പാടില്ല. റോഡുകളിലും സമീപത്തും നിർത്തിയിടാനും പാടില്ല. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന റോഡിന്റെ ഇരുവശങ്ങളിലും ഇടറോഡുകളിലും വാഹനം പാർക്ക് ചെയ്യരുത്. പൊങ്കാലയിടാൻ വരുന്ന സ്വകാര്യ വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തെ പ്രധാന റോഡുകളിലോ MG റോഡുകളിലോ പാർക്ക് ചെയ്യരുത്. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പൊങ്കാലയോട് അനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി പോലീസ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊങ്കാല അടുപ്പുകൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക. അടുപ്പുകൾ ക്രമീകരിക്കുമ്പോൾ ഭക്തജനങ്ങൾ മുഖാമുഖമായി നിൽക്കുന്ന രീതിയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികളെ ഒരു കാരണവശാലും പൊങ്കാല അടുപ്പിന് സമീപം നിൽക്കാൻ അനുവദിക്കരുത്. പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പൊങ്കാലയിടുന്നവർ സാരിത്തുമ്പുകളും ഷാളും അയഞ്ഞ വസ്ത്രങ്ങളും ശരീരത്തോട് ചേർത്ത് ചുറ്റിവെക്കണം. അടുത്തുള്ള അടുപ്പിൽ നിന്നും വസ്ത്രങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പാലിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ തീ അണയ്ക്കുന്നതിനായി അല്പം വെള്ളം അടുത്തു തന്നെ കരുതുക. തങ്ങളുടെ അടുപ്പിൽ നിന്നും തീ പുറത്തേക്ക് പടരുന്നില്ല എന്നത് എല്ലാവരും ഉറപ്പാക്കണം. വൈദ്യുതി പോസ്റ്റ്, പെട്രോൾ പമ്പുകൾ, ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയവയ്ക്ക് സമീപത്ത് അടുപ്പ് കത്തിക്കരുത്. പൊങ്കാലയ്ക്ക് ശേഷം അടുപ്പ് പൂർണ്ണമായും അണഞ്ഞെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ സ്ഥാനം വിട്ട് പോകാവൂ. പൊള്ളലേറ്റാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകുക. സമീപത്തുള്ള പോലീസിന്റെയോ വോളണ്ടിയർമാരുടെയോ സഹായം തേടുക. ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുക. വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും സുരക്ഷിതമായ അകലം പാലിക്കണം. വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, മൊബൈൽ മുതലായവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. സ്വർണ്ണാഭരണങ്ങൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് വസ്ത്രത്തിൽ കൊളുത്തിയിടാൻ ശ്രമിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. പാളയം ജുമാ മസ്ജിദ് കമ്മ്യൂണിറ്റി ഹാളും പരിസരവും പൊങ്കാല സമർപ്പിക്കാൻ തുറന്നു നൽകി. പാളയം CSI ക്രൈസ്റ്റ് പള്ളിയും സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയും ആരാധനാ സമയങ്ങളിൽ മാറ്റം വരുത്തുകയും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു നൽകുകയും ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, നൂറുകണക്കിന് വീടുകൾ, സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പൊങ്കാല സമർപ്പണത്തിനായി സൗകര്യങ്ങൾ ചെയ്തു നൽകി. തിങ്കളാഴ്ച രാവിലെയും രാത്രിയുമായി ട്രെയിനിലും സ്വകാര്യ വാഹനങ്ങളിലുമായി ആയിരങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.